ഇന്ന് തികച്ചും വ്യത്യസ്തമായൊരു പ്രാക്ടീസാണ്. നമ്മൾ ഭക്ഷണം കൊണ്ട് പ്രാക്ടീസ് ചെയ്യണം. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസൊന്നുമില്ല, ഒരു എക്സ്പെരിമെൻ്റാണിത്. ഉണ്ട്, മൈൻഡ്ഫുൾനെസ് ഉണ്ട്. ഒറ്റ കാര്യമുള്ളൂ, റോ വെജിറ്റബിൾസ് കഴിച്ചിട്ട് ജീവിക്കാം ഒരു ദിവസം. ഈ ഒരു ട്രെയിനിങ്, ഈ ഒരു സജഷൻ ഞാൻ തരുന്നതിന് മുൻപ് തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് കേട്ടോ. കാരണം തെറ്റിദ്ധാരണ വളരെ കിടക്കുന്ന ഒരു മേഖലയാണത്. ഈ പ്രകൃതി ജീവനം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം ആളുകൾ അങ്ങനെയുള്ള പ്രകൃതി ജീവനൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, പലരും ചെയ്യുന്നുണ്ട്. അതൊരു വശം. നമ്മളിവിടെ അത് പ്രോത്സാഹിപ്പിക്കുകയല്ല, പ്രകൃതി ജീവനം അതൊന്നും പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ട്രെയിനിങ് മനസ്സിലാക്കി തരാൻ, അതായത് എന്തിനാണ് നമ്മൾ ഈ റോ വെജിറ്റബിൾസ് കഴിക്കുന്ന ഒരു പ്രാക്ടീസ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മനസ്സിലാക്കി തരാൻ മനുഷ്യൻ്റെ ഒരു ചരിത്രം പറയാം. മനുഷ്യൻ്റെ ബുദ്ധിവികാസം ഉണ്ടായത്, ബ്രെയിൻ കോംപ്ലിക്കേഷൻ കൂടിയത്, ബ്രെയിൻ കോംപ്ലക്സിറ്റി, നമ്മളുടെ ബുദ്ധിപരമായിട്ടുള്ള പിണഞ്ഞു കിടക്കുന്ന രീതിയിലുള്ള ചിന്തകളുടെ കോംപ്ലിക്കേഷൻസൊക്കെ കൂടിയത് നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എന്നുള്ളത് പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഏത് ഭക്ഷണമായാലും കേട്ടോ, നോൺ വെജ് ആയാലും വെജ് ആയാലും ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് മനുഷ്യന് ബുദ്ധിവികാസം കൂടിയത് എന്നുള്ളത്. അതിന് കുറേ റീസൺ ഉണ്ട്. പച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ശരീരത്തിനകത്ത് വെച്ച് ആദ്യം അതിനെ പാകം ചെയ്യേണ്ടി വരുന്നുണ്ട്. ശരീരം, നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥ ഒരു പാചകമുറിയാണ്, അവിടെ അതിനെ പാചകം ചെയ്യുന്നുണ്ട്. അപ്പോൾ പകുതി പണി നമ്മൾ പുറത്തുനിന്ന് ചെയ്തു കൊടുത്തിരിക്കുകയാണ്. അതിനെ പാകം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കുറേയധികം പണി നമ്മൾ പുറത്തുനിന്ന് തന്നെ ചെയ്തു. പാചകം ചെയ്യുമ്പോൾ ചെയ്തു, ചവച്ചരയ്ക്കുമ്പോൾ ചെയ്തു, അങ്ങനെ അകത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ ആമാശയവും അതുമായി ബന്ധപ്പെട്ട ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കുവാൻ സമയവും എനർജിയും കുറവ് യൂസ് ചെയ്താൽ മതി എന്നുള്ളൊരവസ്ഥ വരികയാണ് അവിടെ. അപ്പോൾ എന്തായി, ഏറ്റവും കൂടുതൽ എനർജി ചിലവാകുന്ന ശാരീരിക പ്രവൃത്തികളിലൊന്നാണ് ഈ ദഹനം. ദഹനത്തിൽ കുറേയധികം എനർജി കൺസ്യൂം ചെയ്യാനുണ്ട്. ദഹനത്തിലൂടെയാണ് നമ്മുടെ ബോഡിയിൽ എനർജി ഉണ്ടാവുന്നത്. എന്നാൽ ദഹനം എന്ന പ്രക്രിയ നടക്കാൻ ബോഡിയിലുള്ള എനർജിയെ കുറേയധികം എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഗട്ട്. അപ്പോൾ നമ്മൾ പാചകം ചെയ്ത ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് ബ്രെയിൻ കോംപ്ലക്സിറ്റി കൂടിയത്. എന്തുകൊണ്ടാണ്? ബ്രെയിനിന് എനർജി കൂടുതൽ കിട്ടാൻ തുടങ്ങി. മുമ്പ് നമ്മുടെ ആമാശയം പൂർണ്ണമായും ഉപയോഗിച്ചിരുന്ന വലിയൊരു എമൗണ്ട് എനർജിയുടെ കുറേ ഏരിയ സേവായി, എനർജി ഏരിയ സേവായി. ആ എനർജി ബ്രെയിനിലേക്ക് കിട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് ബ്രെയിനിൻ്റെ പ്രവർത്തനം ഇംപ്രൂവ് ആകുന്നത്. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഇവല്യൂഷൻ ഫാസ്റ്റായി നടന്നത് കൊണ്ടാണ് മനുഷ്യൻ ഇന്ന് കാണുന്ന പോലെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ബുദ്ധി ഉപയോഗിക്കുന്നതും ഇമോഷൻസ് ഉപയോഗിക്കുന്നതും എല്ലാം കേട്ടോ. അപ്പോൾ ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ വേവിക്കാത്ത ഭക്ഷണം കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബ്രെയിൻ കോംപ്ലക്സിറ്റി വീണ്ടും കുറയും, ബ്രെയിൻ ലളിതമായി പ്രവർത്തിക്കാൻ തുടങ്ങും. മൃഗങ്ങളുടെ അത്രയും ലളിതമാവില്ല, പക്ഷേ എന്നാലും കുറച്ചുകൂടെ ലളിതമായി പ്രവർത്തിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനൊരിക്കലും റോ വെജിറ്റബിൾസ് മാത്രം കഴിച്ച് ജീവിക്കുന്ന ഒരു ജീവിത രീതി ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സജസ്റ്റ് ചെയ്യില്ല എന്ന്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനം ലളിതമാകും. ലളിതമാകുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ വലിയ രീതിയിലുള്ള ചിന്താശക്തി അതൊക്കെ പോവും, സാധ്യതയുണ്ട്. അങ്ങനെ പേടിപ്പിക്കുകയല്ല ഞാൻ. മീൻസ് വളരെ സിമ്പിൾ ബീയിങ്ങായി മാറും നമ്മൾ, വളരെ സിമ്പിൾ ക്രീച്ചറായി മാറും കണ്ടിന്യൂ ആയി കഴിഞ്ഞാൽ. അങ്ങനെ ഡെഫിനറ്റ്ലി ആയി മാറും എന്നല്ല, ദർ ഈസ് എ പോസിബിലിറ്റി എന്നാണ് ഞാൻ പറയുന്നത്. പാചകം ചെയ്ത് കഴിക്കുന്നത് കൊണ്ടാണ് ബ്രെയിനിൻ്റെ ആ കോംപ്ലക്സിറ്റി ഇവല്യൂഷൻ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥ, നമ്മുടെ പ്രാക്ടീസ് എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളത്, ഇന്ന് ഒരു ദിവസത്തെ പ്രാക്ടീസ് എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥ വളരെയധികം ഹെവി ഡ്യൂട്ടി ചെയ്യുന്ന ഒരു സാധനമാണ് പൊതുവെ. അതിനിങ്ങനെ കാർബോഹൈഡ്രേറ്റ്, ചോറ്, ചപ്പാത്തി, കറികൾ, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് അതിന് ഒരുപാട് പണിയുണ്ട് ഇതിനെയൊക്കെ പ്രോസസ്സ് ചെയ്ത് എനർജി ഉണ്ടാക്കാൻ. എന്നാൽ ഈ നമ്മൾ റോ വെജിറ്റബിൾ സലാഡ്സ്, ഫ്രൂട്ട്സ് ഇതൊക്കെ കഴിക്കുമ്പോൾ ദഹനം എളുപ്പമാണല്ലോ. ആ സാധനങ്ങൾക്ക് ദഹനം എളുപ്പമാണ്. ഈ വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും. നോൺ വെജൊക്കെ ആകുമ്പോഴാണ് കൂടുതൽ ഹെവി ആയിട്ട് നമ്മൾക്കത് ഫീൽ ചെയ്യുന്നത്.
പച്ചയ്ക്ക് ഈ മാംസം കഴിക്കുന്ന മനുഷ്യരായിരുന്നേ, വേട്ടയാടി പച്ചയ്ക്ക് മാംസം കഴിക്കുന്ന മനുഷ്യർ ഇന്നുണ്ട് കേട്ടോ. അങ്ങനെ എത്രയോ നമുക്ക് യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും. വേട്ടയാടിയിട്ട് പച്ചയ്ക്ക് തന്നെ മാംസം കഴിക്കുന്ന മനുഷ്യർ ഇന്നുണ്ട്. നമ്മളുടെ അത്ര ഇവോൾവ് ആകാത്ത ആൾക്കാർ ചുട്ട് കഴിക്കുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. കുരങ്ങനെയും ഒക്കെ വേട്ടയാടി പിടിച്ച് തിന്നുന്നവർ. അതിലാണ് ഞാൻ ഈ വേവിക്കുന്നതിൻ്റെയും വേവിക്കാത്തതിൻ്റെയും വ്യത്യാസം പറഞ്ഞു കേട്ടോ. മെയിനായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ദഹിക്കാൻ താരതമ്യേന എളുപ്പമുള്ള സാധനമാണ്. ഗട്ടിൻ്റെ കോംപ്ലിക്കേഷനും ബ്രെയിനിൻ്റെ കോംപ്ലിക്കേഷനും ഒക്കെ കുറയ്ക്കും. ഗട്ടിൽ പെട്ടെന്ന് ആ ഒരു ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എത്തിക്കഴിഞ്ഞാൽ ഏകദേശം 1-2 മണിക്കൂറിനകം തന്നെ അത് ഫിനിഷ്, അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഒരു ദിവസം നമുക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ആദ്യം നിങ്ങൾക്ക് മനസ്സിലാവുക, ഈ വയറെന്ന് പറയുന്ന സാധനത്തിന് ഒരു ഭാരമുള്ളതുപോലെ പൊതുവേ കൂടുതലും മനുഷ്യർക്ക് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. എൻ്റെ ഒരു ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഉപദേശം ഉണ്ടായിരുന്നു. ഞാൻ ആരോഗ്യവാനാണോ എന്ന് എനിക്ക് തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതൊരു കംപ്ലീറ്റ് ടെസ്റ്റൊന്നും അല്ല കേട്ടോ, എന്നാലും ഒരു ഏകദേശം ഐഡിയ. ഞാൻ ആരോഗ്യവാനാണെങ്കിൽ ഇവിടെ ഒരു വയറുണ്ടെന്ന് നമുക്ക് തോന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് വയറെന്ന് പറഞ്ഞ സാധനം, ഇവിടെ എന്തൊരു കല്ല് കയറ്റി വെച്ചാൽ ഒരു വെയിറ്റുള്ള സാധനത്തെ ഏറ്റിപ്പിടിച്ച് നടക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അനാരോഗ്യകരമായ ഒരു ജീവിത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ വയറെന്ന ഫീലിംഗ് ഇല്ല എന്നുള്ള ആ ശൂന്യമായിരിക്കുന്ന ഒരവസ്ഥ, ആ ഭാഗം വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല ഉദരത്തിൻ്റെ. അങ്ങനത്തെ ഒരു ലൈറ്റ് വെയ്റ്റ് സ്റ്റൊമക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസും കൂടെയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ഒരു അസുഖവും ഇല്ലാത്തവരാണെങ്കിൽ ഇത് ചെയ്താൽ മതി കേട്ടോ. അസുഖങ്ങൾ എന്തെങ്കിലും ഉള്ളവർ, ഷുഗർ പോലെയുള്ള പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവർ, ശരീരത്തിന് പ്രത്യേക ഗൈഡൻസ് നിങ്ങളുടെ ന്യൂട്രീഷൻ്റെ ഭാഗത്തുനിന്നോ ഡോക്ടറുടെ ഭാഗത്തുനിന്നോ കിട്ടിയിട്ടുള്ളവർ ഈ പ്രാക്ടീസ് ചെയ്യാൻ നിൽക്കരുത്. ഒന്നുകിൽ ഈ പ്രാക്ടീസ് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്തോളൂ, അല്ലെങ്കിൽ അല്പം ധാന്യം കഴിച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്തോളൂ. മെയിൻ അല്ലാത്തവരൊക്കെ ചെയ്യാം. മെയിനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, വെജിറ്റബിൾ ഇങ്ങനെ പച്ചയ്ക്ക് കഴിക്കാവുന്ന ക്യാരറ്റ്, തക്കാളി, കുക്കുംബർ ഇതുപോലെയൊക്കെ പച്ചയ്ക്ക് കഴിക്കാവുന്ന വെജിറ്റബിൾസ് ഇല്ലേ, ആ വെജിറ്റബിൾസ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി, ചുടുവെള്ളത്തിലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ വേണേ തോലൊക്കെ കളഞ്ഞിട്ട്, കാരണം ഒക്കെ വിഷമടിച്ച് വരുന്ന സാധനങ്ങളാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചു ചെയ്യാം. അപ്പോൾ അതിനെന്താ സൊല്യൂഷൻ ചോദിച്ചാൽ, സ്വന്തം വീട്ടിൽ അത്യാവശ്യമൊക്കെ പച്ചക്കറി ഉണ്ടാക്കിയ പ്രശ്നം കഴിഞ്ഞു. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ പച്ചയ്ക്ക് കഴിക്കാനുള്ള വെജിറ്റബിൾസ് സ്വന്തം വീട്ടിലുണ്ടാക്കിയാൽ മതി. നമ്മളെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ എപ്പോഴും ഈ വിഷം അടിച്ച സാധനമൊക്കെ എങ്ങനെയാണ് പച്ചയ്ക്ക് കഴിക്കുക ചോദിക്കും. അപ്പോൾ അവനവൻ്റെ വീട്ടിലുണ്ടാക്കേണ്ടി വരും. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഇപ്പോൾ ഇന്നൊരു പ്രാക്ടീസിന് വേണ്ടി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ചെയ്താൽ മതി. വെജിറ്റബിൾസ് പിന്നെ ഫ്രൂട്ട്സ് അതുപോലെ. ഇത് മാത്രം കഴിച്ച് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചലഞ്ച്. ഒരു ദിവസം കേട്ടോ, ഒരു ദിവസം പറ്റില്ല എന്നുണ്ടെങ്കിൽ, കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്നെങ്കിൽ കുറച്ച് എന്തെങ്കിലും ധാന്യങ്ങൾ കഴിക്കാം. എന്നിട്ട് രാത്രിയിലാണ് നമ്മുടെ പ്രാക്ടീസ്. രാത്രി ആകുമ്പോഴേക്കും നമ്മുടെ വയറിനുണ്ടാകുന്ന എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഒന്ന് ഒഴിഞ്ഞിരുന്ന് ഒരു 10 മിനിറ്റ് എക്സ്പീരിയൻസ് ചെയ്യണം. ഇത് നിർബന്ധമായിട്ടും എനിക്ക് ഇതിൻ്റെ നന്നായിട്ട് നിങ്ങൾ ചെയ്തുവെങ്കിൽ ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്നോട് ഷെയർ ചെയ്യണം. ഒന്നുകിൽ ലൈവിൽ തന്നെ ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ വോയിസ് മെസ്സേജായിട്ട് എനിക്ക് അയച്ചു തരണം എന്താ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്. ആ ലൈറ്റ് വെയ്റ്റ് ഉദരം എക്സ്പീരിയൻസ് ചെയ്യാം. ശരീരത്തിലുണ്ടായ മാറ്റം എന്താണെന്നുള്ളത് ഒന്ന് മെഡിറ്റേറ്റീവ് മോഡിലിരുന്ന് കംപ്ലീറ്റ് ബോഡി ഒന്ന്, പ്രത്യേകിച്ച് നമ്മുടെ വയറിനെ ഒന്നിങ്ങനെ സ്കാൻ ചെയ്യുന്ന പോലെ മനസ്സുകൊണ്ട് കണ്ടെത്താൻ ശ്രമിക്കുക. എന്താ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, എന്താ എൻ്റെ ബോഡിയിൽ മാറ്റം, മൈൻഡിൽ വല്ല മാറ്റം വന്നോ, ടോട്ടൽ ബോഡിയിൽ വല്ല മാറ്റം വന്നോ, ഗട്ടിൽ എന്തെങ്കിലും മാറ്റം വന്നോ, ഇതിനെ ഇരുന്ന് ഒബ്സർവ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊക്കെ ഉണ്ടാവാറുണ്ട്. പാല് കൂടെ ഒഴിവാക്കിയാൽ വളരെ നല്ലതാട്ടോ. ഇത് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ മാസത്തിൽ ഒരു തവണയെങ്കിലും ഈ തരത്തിലുള്ള ഒരു വേഗൻ ഡേ ചെയ്യണം എന്നുള്ളതാണ്, അങ്ങനെ ആചരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. വെള്ളമൊക്കെ നല്ലപോലെ കുടിക്കാം കേട്ടോ. സോ ഡു ഇറ്റ്. അടുത്ത സെഷന് മുൻപായിട്ട് ചെയ്യും. ഓക്കെ.